സ്വതന്ത്രനായി നിന്നാലും താൻ ജയിക്കും. ഞാൻ പുറത്തു വരും. എന്റെ പക്കൽ തെളിവുകളുണ്ട്. അന്വേഷണ സംഘത്തിലെ പോലീസ് ഉദ്യോഗസ്ഥരെ വെല്ലുവിളിക്കുന്ന രാഹുൽ മാങ്കൂട്ടം. മൂന്നാം ബലാത്സംഗ കേസിൽ ചോദ്യം ചെയ്യാനെത്തിയ പോലീസ് ഉദ്യോഗസ്ഥരെ വിരട്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ. പരാതിക്കാരിയുമായുള്ള ബന്ധങ്ങളിൽ തന്റെ കയ്യിൽ വ്യക്തമായ തെളിവുകളുണ്ട്. തന്റെ പക്കലുള്ള തെളിവുകൾ ഭദ്രമാണ് എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥരോട് രാഹുൽ മാങ്കൂട്ടം തറപ്പിച്ചു പറയുന്നു. നിങ്ങൾ കള്ളക്കേസിൽ കുടുക്കിയാൽ നിങ്ങൾക്കെതിരെ ഞാൻ നീങ്ങും. പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്രനായി ഞാൻ നിന്നാലും ഞാൻ ജയിക്കും. ജനങ്ങൾ എനിക്കൊപ്പമുണ്ട് എന്ന അന്വേഷണ ഉദ്യോഗസ്ഥരോട് രാഹുൽ പറയുന്നു. താൻ നിയമപരമായ കേസിനെ നേരിടും. രാഷ്ട്രീയമായി തന്നെ തകർക്കാൻ കഴിയില്ല. പോലീസ് ഉദ്യോഗസ്ഥർക്ക് കട്ടയ്ക്ക് അവരുടെ മുന്നിൽ നിൽക്കുന്ന രാഹുൽ മാങ്കൂട്ടം. മറുവശത്ത് മജിസ്ട്രേറ്റിന് മുന്നിൽ രാഹുലിനെ ഹാജരാക്കിയപ്പോൾ പോലീസ് പറയുന്നത് രാഹുൽ മാങ്കൂട്ടം അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല എന്ന്. എന്നാൽ രാഹുലിന്റെ അഭിഭാഷകൻ ഇത് പൊളിച്ചടുക്കി. ആദ്യ 2 കേസിലും രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം ലഭിച്ചു കഴിഞ്ഞു. ഈ കേസിൽ പോലീസിന് മുന്നിൽ എപ്പോൾ വേണമെങ്കിലും ഹാജരാകാൻ രാഹുൽ തയ്യാറാണ്. 3ാം പരാതിയിലും ഒരു നോട്ടീസ് കൈമാറിയിരുന്നുവെങ്കിൽ രാഹുൽ ചോദ്യം ചെയ്യാനായി പോലീസിന് മുന്നിൽ എത്തുമായിരുന്നു. പിന്നെ എന്തിനാണ് അർദ്ധരാത്രി കഴിഞ്ഞ ഇരുട്ടത്ത് രാഹുലിനെ പിടിച്ചുകൊണ്ട് പോയത് എന്ന രാഹുലിന്റെ അഭിഭാഷകന്റെ ചോദ്യം. താൻ തിരിച്ചു വരും എന്ന പോലീസ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ജയിലഴിക്കുള്ളിലേക്ക് രാഹുൽ നടന്നു പോകുന്നത്. എന്നാൽ റിമാൻഡിലായ രാഹുൽ പുറത്തിറങ്ങുമെന്ന് രാഹുലിന്റെ അഭിഭാഷകൻ ഉറപ്പിച്ചു പറയുന്നു. രാഹുലിന്റെ മുഖത്ത് തികഞ്ഞ ആത്മവിശ്വാസം. വെളുപ്പിനെ പൂങ്കുഴലി IPS രാഹുലിനെ ചോദ്യം ചെയ്യാനായി എത്തിയപ്പോൾ രാഹുലിന്റെ മുഖത്ത് ചെറുപുഞ്ചിരി. അതിക്രൂരമായി ലൈംഗിക പീഡനം നടത്തി എന്ന 3 പരാതികൾ മുന്നിൽ നിൽക്കുമ്പോഴാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുഖത്ത് വിരിയുന്ന ഈ അമിത ആത്മവിശ്വാസം. 3ാം പരാതിയിൽ രാഹുലിന് കുരുക്ക് കൂടുന്നത് ഡിജിറ്റൽ തെളിവുകളാണ് എന്ന് അന്വേഷണ സംഘം രാഹുലിനോട് പറഞ്ഞു. എന്നാൽ തിരിച്ചടിച്ചത് അതിനേക്കാൾ വലിയ തെളിവുകൾ തന്റെ പക്കലുണ്ട്. മൊബൈൽ ഫോണിന്റെ ഡിജിറ്റൽ ലോക്ക് മാറ്റാൻ രാഹുലിനോട് അന്വേഷണ സംഘം ആവശ്യപ്പെട്ടു. എന്നാൽ രാഹുൽ തയ്യാറായില്ല എന്ന റിമാൻഡ് റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ കോടതിക്ക് മുൻപാകെ അന്വേഷണ സംഘം പറയുന്നു. രാഹുലിന്റെ ഫോണിൽ ദൃശ്യങ്ങളും ചാറ്റുകളുമുണ്ട്. പോലീസ് സംഘം അത് പരിശോധിക്കണമെന്നാണ് അതിജീവിതയുടെ പരാതി. ഈ പരാതി പോലും അഭിഭാഷകർ ചോദ്യം ചെയ്യുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫോൺ പിടിച്ചെടുക്കാനുള്ള സർവ്വ ആസൂത്രണങ്ങളും പരാതിയിലുണ്ട്. അത് സൂക്ഷ്മമായി തയ്യാറാക്കപ്പെട്ട പരാതിയിൽ പക്ഷേ നിരവധി വൈരുദ്ധ്യങ്ങൾ അത് ചൂണ്ടിക്കാണിക്കുകയാണ്. രാഹുലിന്റെ അഭിഭാഷകർ ഇപ്പോൾ പറയുന്നത് പരാതിക്കാരിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു, അതിനുശേഷം ലൈംഗിക പീഡനം നടന്നു എന്നാണ് പരാതിയിൽ പറയുന്നത്. ഇത് തന്നെയാണ് വൈരുദ്ധ്യത്തിന്റെ 1ാം ഘട്ടം. വിദേശത്തുള്ള യുവതി നാട്ടിലെത്തി തിരുവല്ലയിൽ ഒരു ആഡംബര ഹോട്ടലിൽ മുറിയെടുത്തു. അവിടേക്ക് രാഹുലിനെ വിളിച്ചു വരുത്തുകയായിരുന്നു എന്നാണ് അഭിഭാഷകരുടെ വാദം. സ്വന്തം ഇഷ്ടപ്രകാരം ഒരു മുറിയെടുത്ത് അവിടേക്ക് രാഹുലിനെ വിളിച്ചു വരുത്തി പിന്നീട് രാഹുൽ ബലാത്സംഗം ചെയ്തു എന്ന് ആരോപിക്കുന്നത് എന്തടിസ്ഥാനത്തിൽ? ഈ വാദമാകും ഇനിയുള്ള ജാമ്യാപേക്ഷകളിൽ മുഖ്യമായി വരിക. ഇത് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അമിത ആത്മവിശ്വാസത്തിന് പിന്നിലും. യുവതിയുടെ പരാതിയിലുള്ളത് അതിഗുരുതരമായ ആരോപണങ്ങൾ. എന്നിട്ടും രാഹുൽ യാതൊരുവിധ കുലുക്കമോ യാതൊരുവിധ ഇതോ ഇല്ലാതെ ജയിലിനൊഴിക്കുള്ളിലേക്ക് നടന്നു പോകുന്നു. നേരത്തെ പത്തനംതിട്ട AR ക്യാമ്പിൽ നിന്ന് രാഹുലിനെ വൈദ്യ പരിശോധനയ്ക്കായി ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ വഴിനീളെ BJP യുവമോർച്ച പ്രവർത്തകരുടെ ശക്തമായ പ്രതിഷേധമുണ്ടായിരുന്നു. അവരെ വകഞ്ഞു മാറ്റി ഒടുവിൽ ജില്ലാ ആശുപത്രി മുറ്റത്തെത്തിയപ്പോൾ അവിടെ നിറഞ്ഞു നിന്നത് DYFI പ്രവർത്തകർ. കയ്യേറ്റ ശ്രമം വരെ നടന്നു. എന്നിട്ടും പരിശോധന നടത്തിയ ശേഷം റിമാൻഡ് റിപ്പോർട്ടിലുണ്ട് ലൈംഗിക പരിശോധനയ്ക്ക് പോലും രാഹുൽ തയ്യാറായി എങ്കിൽ അന്വേഷണത്തോട് പൂർണ്ണമായും സഹകരിക്കുന്നുണ്ടല്ലോ എന്നാണ് രാഹുലിന്റെ അഭിഭാഷകൻ ശാസ്തമംഗലം അജിത്ത് പറഞ്ഞത്. ആദ്യ കൂടിക്കാഴ്ചയിൽ തന്നെ യുവതിയെ അതിക്രൂരമായി ബലാത്സംഗത്തിന് ഇരയാക്കുന്നു. പിന്നീട് വിവാഹ വാഗ്ദാനം നൽകിയെന്നാണ് യുവതിയുടെ പരാതിയിൽ പറയുന്നത്. വിവാഹ വാഗ്ദാനം അല്ലെങ്കിൽ വിവാഹം കഴിച്ച ഒരു സ്ത്രീ എന്ന നിലയിൽ അത് നിലനിൽക്കില്ല എന്ന കോടതിയുടെ നിരീക്ഷണം നേരത്തെയുള്ള വിധികളിലുണ്ട്. അതുകൊണ്ട് തന്നെ വിവാഹ വാഗ്ദാനം എന്ന കുറ്റം നിലനിൽക്കില്ല. ബലാത്സംഗ പരാതി നിലനിൽക്കുമോ എന്ന കാര്യത്തിൽ ഇപ്പോൾ നിയമവിദഗ്ധർക്ക് സംശയം. മറുവശത്ത് രാഹുലിനെതിരെ പരാതിയിൽ ഉന്നയിച്ചിരിക്കുന്ന മിക്ക കാര്യങ്ങളും ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടുന്നു. തനിക്കൊരു കുഞ്ഞിനെ വേണമെന്ന് യുവതിയോട് രാഹുൽ പറഞ്ഞുവെന്നാണ് ഇപ്പോൾ പരാതിയിലുള്ളത്. എന്നാൽ ഒന്നും പറയാതെ ആദ്യം കയറി ബലാത്സംഗം ചെയ്തു എന്നായിരുന്നു യുവതിയുടെ പരാതിയുടെ മുഖ്യ ഭാഗം.
ഇവ തമ്മിലുള്ള വൈരുദ്ധ്യവും അഭിഭാഷകർ ഉയർത്തിക്കാട്ടുന്നു. തിരുവല്ലയിലെ ആഡംബര ഹോട്ടലിലേക്ക് രാഹുൽ വന്നു കയറിയ പാടെ അതിക്രൂരമായി യുവതിയെ മർദ്ദിച്ച് ക്രൂരമായി ബലാത്സംഗം ചെയ്ത് നഗ്ന ഫോട്ടോകൾ പകർത്തിയെടുത്തു എന്നൊക്കെയാണ് പരാതിക്കാരിയുടെ ആദ്യ ഭാഗം. പിന്നീട് വിവാഹ വാഗ്ദാനം നൽകിയെന്നും തനിക്കൊരു കുഞ്ഞിനെ വേണമെന്നും കുഞ്ഞുണ്ടെങ്കിൽ അമ്മ വിവാഹത്തിന് നിർബന്ധിക്കുമെന്നും ഒക്കെ ആദ്യ പരാതിയിൽ ഉന്നയിച്ച അതേ പോയിന്റുകൾ ഇതേ പരാതിയിലും നിറച്ചിരിക്കുന്നു. എന്നാൽ പിന്നീട് ഗർഭിണിയായപ്പോൾ അസഭ്യം പറഞ്ഞു, ഗർഭചിത്രത്തിന് നിർബന്ധിച്ചു. ഇതും ഒരു വൈരുദ്ധ്യമല്ലേ? കുഞ്ഞിനെ വേണം എന്ന നിർബന്ധം പിടിച്ച് പിന്നീട് ഗർഭചിത്രത്തിന് നിർബന്ധിച്ചു. എന്നാൽ ഇവിടെ മറ്റൊരു വൈരുദ്ധ്യം കൂടിയുണ്ട്. ഗർഭം അലസി പോയി എന്നാണ് യുവതി പറയുന്നത്. അലസിപ്പോയ ഭ്രൂണത്തിന്റെ ഒരു ഭാഗം ഇപ്പോഴും താൻ സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. DNA പരിശോധനയിൽ അത് രാഹുലിൻ്റെതാണ് എന്ന് ഉറപ്പിക്കാൻ ചോദ്യം ചെയ്യലിൽ സഹകരിക്കാത്ത വ്യക്തി എങ്ങനെ ലൈംഗിക പരിശോധനയ്ക്ക് വിധേയനാകും എന്ന ചോദ്യത്തിന് മുന്നിൽ പതറുകയാണ് അന്വേഷണ സംഘം. അതിശക്തമായ ചോദ്യങ്ങളാണ് ഇപ്പോൾ അഭിഭാഷകർ ഉയർത്തുന്നത്. മറുവശത്ത് റിമാൻഡിലായെങ്കിലും ഉടൻ പുറത്തുവരുമെന്ന ആത്മവിശ്വാസം രാഹുൽ മാങ്കൂട്ടത്തിനുണ്ട്. പരാതി നൽകിയ സ്ത്രീ റൂം ബുക്ക് ചെയ്ത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അവിടെ പീഡിപ്പിച്ചു എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. എന്നാൽ താൻ ചോദ്യം ചെയ്യാൻ തയ്യാറാണെന്നും അഭിഭാഷകൻ തന്നോട് എന്ത് ചോദ്യം ചോദിച്ചാലും താൻ അത് പറയാൻ തയ്യാറാണെന്നുമാണ് രാഹുൽ പറയുന്നത്. എന്തായാലും DNA പരിശോധനയ്ക്ക് ഒരുങ്ങിയാണ് SIT. രാഹുൽ മാങ്കൂട്ടത്തിന്റെ രക്തസാമ്പുകൾ ശേഖരിച്ചു കഴിഞ്ഞു. പരാതിക്കാരിയെ ക്രൂരമായി മർദ്ദിച്ച് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ നിർബന്ധിച്ചു എന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. അതിജീവിതയുടെ നഗ്ന വീഡിയോ പാർത്തി എന്നൊക്കെ റിമാൻഡ് റിപ്പോർട്ടിലുണ്ട്. യുവതി സൂക്ഷിച്ച ഭ്രൂണത്തിന്റെ DNA പരിശോധനാ റിപ്പോർട്ടാണ് ഇനി കേസിൽ ഏറ്റവും ശക്തമായ തെളിവാകുന്നത്. ഈ റിമാൻഡ് റിപ്പോർട്ടിൽ വിവാഹ വാഗ്ദാനം നൽകി യുവതിയെ പീഡിപ്പിച്ചു എന്ന ആരോപണം പക്ഷേ മറ്റെവിടെയും നിലനിൽക്കില്ല. ഇവിടെയാണ് വൈരുദ്ധ്യം ഉളവാക്കുന്നത്. പരാതിയിൽ പറയുന്ന പ്രകാരം പീഡനം നടന്നിട്ടില്ല, ഉഭയകക്ഷി സമ്മർദ്ദ പ്രകാരമുള്ള ബന്ധമാണ് ഞങ്ങൾക്കിടയിൽ നടന്നതെന്നൊക്കെ രാഹുൽ വാദിക്കുന്നു. അതീവ രഹസ്യമായി അതീവ ജാഗ്രതയോടെ പോലീസ് ഒരുക്കിയ കുരുക്കിൽ രാഹുൽ വീണു. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഒരു സ്ഥിരം കുറ്റവാളിയാണ് എന്ന് പോലീസ് കോടതിയിൽ വാദിച്ചു. തിരുവല്ല ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് DYSP N മുരളീധരൻ റിമാൻഡ് അപേക്ഷയിൽ നൽകിയത്. പ്രതി MLAയും ഉന്നത രാഷ്ട്രീയ സ്വാധീനമുള്ള വ്യക്തിയാണ്. രാഹുൽ തന്റെ സ്വാധീനത്താൽ അതിജീവിതയെ ഭീഷണിപ്പെടുത്തും, സാക്ഷികളെ സ്വാധീനിക്കും, ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ നശിപ്പിക്കാൻ ഇടയാകുമെന്നും ഇപ്പോൾ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. FIR രജിസ്റ്റർ ചെയ്തതിന് ശേഷവും രാഹുൽ അതിജീവിതമാരെ ഭീഷണിപ്പെടുത്തി കേസിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഈ കേസിലും ഇത്തരം കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കും എന്ന ഭയം റിമാൻഡ് റിപ്പോർട്ടിൽ പോലീസ് പ്രകടിപ്പിക്കുന്നു. നിയമ നടപടികളെ വെല്ലുവിളിച്ച ഒളിവിൽ പോയി കോടതിയുടെ തുടർ നടപടികളിൽ നിന്ന് വിട്ടുനിൽക്കാൻ സാധ്യതയുണ്ട് എന്നായിരുന്നു റിമാൻഡ് റിപ്പോർട്ടിൽ പോലീസ് പറഞ്ഞത്. കസ്റ്റഡിയിൽ എടുത്ത മൊബൈൽ ഫോണിന്റെ സ്ക്രീൻ പാറ്റേൺ ലോക്ക് പോലീസിനോട് പറയാൻ രാഹുൽ വിസമ്മതിച്ചു. അന്വേഷണവുമായി സഹകരിക്കുന്നില്ല. പ്രതി ധാരാളം ഡിജിറ്റൽ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നു. കേസിന്റെ തെളിവിനായി അത് പിടിച്ചെടുക്കുന്നതിന് പ്രതിയെ കസ്റ്റഡിയിൽ ആവശ്യമാണ്. ഒരു വശത്ത് രാഹുലിനെ അറസ്റ്റ് ചെയ്തു എന്ന ആത്മവിശ്വാസത്തിലാണ് പോലീസ്, മറുവശത്ത് കേരള പോലീസും ഭരണകൂടവും. എന്നാൽ മറുവശത്ത് രാഹുലിനെ കുരുക്കിയത് അതിവിദഗ്ധമായ നീക്കങ്ങൾക്കൊടുവിൽ മൂന്നാമത്തെ പീഡനക്കേസിൽ രാഹുൽ അകത്താകുമ്പോഴും രാഹുലിന്റെ അഭിഭാഷകരും രാഹുലുമൊക്കെ വാദിക്കുന്നത് ഉഭയകക്ഷി സമ്മർദ്ദ പ്രകാരമുള്ള ബന്ധമാണ്. വിവാഹിതയായ യുവതിയെ എങ്ങനെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കാൻ കഴിയുമെന്ന ചോദ്യവും പ്രസക്തമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇമെയിലിൽ അയച്ച പരാതി, ഇതിനെ തുടർന്ന് ഒരു ശബ്ദ സന്ദേശത്തിൽ മുഖ്യമന്ത്രിക്കായി ഇപ്പോൾ പരാതി നൽകിയ യുവതി പങ്കുവച്ചു എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. എന്തായാലും രാഹുൽ മാങ്കൂട്ടം രക്ഷപ്പെടുമോ? ഓടി നടന്ന് പീഡിപ്പിച്ച ഒരാളാണ് രാഹുൽ മാങ്കൂട്ടം എന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഇതൊക്കെ രാഹുൽ സ്ത്രീകളെ നിർബന്ധിച്ച് ഇത്രയൊക്കെ ചെയ്തെങ്കിൽ തീർച്ചയായിട്ടും രാഹുൽ ശിക്ഷിക്കപ്പെടണം. ഇനി അങ്ങനെ അല്ല, രണ്ടുപേരുടെ സമ്മതത്തോടെയാണെങ്കിൽ ഈ ചെയ്യുന്നതിനൊന്നും ഈ അതിജീവിതമാരെന്ന് പറയുന്നവർക്ക് പോലും മാപ്പില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യമെങ്കിലും ഒരു കാര്യം പറയാതിരിക്കാൻ കഴിയില്ല, ആ കുഞ്ഞുങ്ങൾ അവരെ ഓർമ്മിക്കാതിരിക്കാൻ കഴിയുന്നില്ല.